ശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. പ്രായത്തിന്റെ ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കി. ഷാരോൺ വധക്കേസ് പ്രതി കഷായം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു. എനിക്ക് തോന്നുന്നു എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ കേസിനെ പറ്റി അറിയാവുന്നവരെല്ലാവരും ആഗ്രഹിച്ചു. എനിക്ക് തോന്നുന്നു അധികം നാളല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഇതിനെപ്പറ്റി ഓർമ്മയുണ്ട്. 2022 ഒക്ടോബർ 14 തൻ്റെ സുഹൃത്തായ ഷാരൂണിനെ വിളിച്ചു വരുത്തി കഷായം കൊടുത്ത്, അല്ലെങ്കിൽ ജ്യൂസിൽ കഷായം കൊടുത്ത് ആ പാവം പിടിച്ച് ചെറുപ്പക്കാരനെ കൊന്ന കഥയിലെ നായികയാണ് ഗ്രീഷ്മ. അങ്ങനെ ഗ്രീഷ്മയും പഠിക്കുന്ന കാലത്ത് ഇവർ തമ്മിൽ സൗഹൃദമാകുകയും പിന്നെ അത് പ്രേമത്തിലേക്ക് ലക്ഷിക്കുകയും പ്രേമത്തിൽ നിന്ന് വിവാഹത്തിലേക്ക് വരികയും പള്ളിയിൽ വെച്ചും അമ്പലത്തിൽ വെച്ചൊക്കെ താലി കെട്ടിയതായിട്ട് പറയുന്നു. അതിനുശേഷം വേറെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവനെ ഒഴിവാക്കാൻ ശ്രമിച്ചു. ഇവനൊരു കാരണവശാലും പ്രേമം ഈ അസ്ഥിക്കൊക്കെ പിടിച്ചെന്ന് പറഞ്ഞിട്ട് അതായിരുന്നു ഷാരൂണിൻ്റെ അന്നത്തെ അവസ്ഥ. ഇവളെ ഗ്രീഷ്മയെ കൂടുതലായിട്ടും വിശ്വസിച്ചു. അവസാനം അവൾ ചതിക്കാൻ തീരുമാനിച്ചു. അവൾ ജ്യൂസിൽ കഷായം കൊടുത്തു, കീടനാശിനി കൊടുത്തു. അങ്ങനെ ഈ പാമ്പ് പിടിച്ച ചെറുപ്പക്കാരനെ കൊടുത്തു. അതിനുശേഷം ഒരിക്കലും സമ്മതിക്കാതെ വന്ന കഥാനായിക പലപ്പോഴും ഷാരൂണിന് വേണ്ടി വിങ്ങിപ്പൊട്ടുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ഷാരൂണിൻ്റെ സഹോദരൻ്റെ സമർത്ഥമായ ചില കരുനീക്കങ്ങളാണ് ഈ കേസ് തെളിയാനുമൊക്കെയുള്ള ഒരു കാരണം. അവസാനം പോലീസ് നന്നായി കേസ് അന്വേഷിക്കുന്നു, സമർത്ഥമായി കണ്ടുപിടിക്കുന്നു. ഗ്രീഷ്മ അഴിക്കുള്ളിലാകുന്നു. ഗ്രീഷ്മയെ സഹായിച്ചു എന്ന പേരിൽ അമ്മയെ പിടിക്കുന്നു. അതുപോലെ കീടനാശിനി കൊടുത്തത് അമ്മാവനാണെന്ന് തെളിയുന്നു, അമ്മാവനെയും പിടിക്കുന്നു. അപ്പോഴും കൂഫലില്ലാത്ത ഗ്രീഷ്മയാണ് നമ്മൾ കണ്ടത്. അപ്പോഴും നമ്മൾ ചോദിച്ചു, ഇവളൊരു പെണ്ണാണോ എന്ന് പലരും സംശയിച്ചു. അത്ര കൂളായിട്ട് നിൽക്കുന്ന ഗ്രീഷ്മയെ നമ്മൾ കണ്ടു. അന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ, കേരള സമൂഹം ഒരേ സ്വരത്തിൽ പറഞ്ഞു അവർക്ക് വധശിക്ഷയിൽ കുറഞ്ഞൊന്നും കൊടുക്കരുത്. ഇപ്പം നമ്മൾ വധശിക്ഷ കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്നുണ്ട് ഷാരൂണിന് നീതി കിട്ടി, ഷാരൂണിൻ്റെ കുടുംബത്തിന് നീതി കിട്ടി, ജനങ്ങളുടെ അഭിലാഷം സബലീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതെന്തുമാത്രം പ്രാവർത്തികമാകും എന്നുള്ളത് സംശയമാണ്. ഏതായാലും ആ വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. പ്രായത്തിന്റെ ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കി. തെളിവ് നശിപ്പിച്ചതിന് അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചു. ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പ്രതി സമർത്ഥമായി കുറ്റകൃത്യം നടത്തിയെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ചൂണ്ടിക്കാട്ടി. ആത്മാർത്ഥമായി സ്നേഹിച്ച ഷാരോണിനോട് ഗ്രീഷ്മ കാട്ടിയത് അതിക്രൂരമായ വിശ്വാസ വഞ്ചനയാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ഗ്രീഷ്മ ഷാരോണിനെ ആസൂത്രിതമായി കൊന്നതാണെന്ന് കണ്ടെത്തിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. ഉത്തരവിൽ ഗ്രീഷ്മയുടെ ക്രൂരതകൾ ജഡ്ജി എണ്ണിപ്പറഞ്ഞു. ഗ്രീഷ്മയ്ക്കും ഷാരോണിനും ഒരേ പ്രായമാണെന്നും പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പ്രണയത്തിന്റെ അടിമയായി മാറിയ ഷാരോണിനെ പ്രകോപനമില്ലാതെയാണ് ഗ്രീഷ്മ കൊന്നത്. ഗാഢമായ സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചു. ഗ്രീഷ്മയുടെ ആ കൗശലം വിജയിച്ചില്ല. മുൻപ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന ഗ്രീഷ്മയുടെ വാദവും കോടതി തള്ളി. ആദ്യം ജ്യൂസ് ചലഞ്ചിലൂടെ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചു. അതിനുശേഷം കൊലപാതകം നടത്തി. ജീവപര്യന്തം ശിക്ഷ നൽകാവുന്ന കുറ്റം ചെയ്ത പ്രതി നേരത്തെ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അത് തെറ്റാണ്. സ്ലോ പോയ്സണിംഗ് ആണ് ഗ്രീഷ്മ ലക്ഷ്യം വെച്ചതെന്നും കോടതി നിരീക്ഷിച്ചു. കേസിനിടെ ഗ്രീഷ്മ ജയിലിൽ നടത്തിയത് വ്യാജ ആത്മഹത്യാ ശ്രമമാണെന്നും കേസ് വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ നിരീക്ഷിച്ചു. കേസിലെ 1-ാം പ്രതിയായ ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകത്തിനു വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ, ജീവന് ഹാനിയുണ്ടാക്കുന്ന രീതിയിൽ വിഷം കൊടുക്കുക, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളും തെളിഞ്ഞിരുന്നു. സമർത്ഥവും ക്രൂരവുമായി കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകുന്നതിനെ നിയമം എതിർക്കുന്നില്ലെന്ന് പറഞ്ഞാണ് 24 വയസ്സുകാരിയായ ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. അപ്പോൾ ഇതിനകത്ത് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രായത്തിൻ്റെ ഒരു വ്യത്യാസമാണ്. അപ്പോൾ കോടതി പറഞ്ഞു പ്രായം രണ്ടുപേർക്കും ഒരുപോലായിരുന്നു. ഗ്രീഷ്മയ്ക്ക് പ്രായം കുറവാണെങ്കിൽ അതേ പ്രായം തന്നെയായിരുന്നു ഷാരൂണിനെ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തിയവളാണ്. അപ്പോൾ ആ കാലത്ത് യാതൊരുവിധ പരിഗണനയെ കൊടുക്കാൻ
എനിക്ക് തോന്നുന്നു ഇത് 2022 നടന്ന കേസാണ്. ഇപ്പം 2025 ആയത്, 2 കൊല്ലം തിമർത്തായി. അപ്പം എല്ലാവരുടെയും മനസ്സിൽ ഇത് തന്നെയുണ്ട്. ഇത് അപ്പീൽ പോകാനാണ് സാധ്യത. അപ്പീൽ പോയാൽ ഇത് നിലനിൽക്കുമോ എന്നുള്ളത് സംശയകരമായ കാര്യമാണ്. കാരണം പ്രോസിക്യൂഷൻ തന്നെ പറയുന്നുണ്ട്, അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഈ കേസ് എന്ന് പ്രോസിക്യൂഷൻ തന്നെ വാദിക്കുന്നു. സാധാരണ ഒരു കൊലപാതകം ആ ശ്രമം വിജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര വൈകാരികമായിട്ട് ഇരിക്കേണ്ട ഒരു പെൺകുട്ടി 22 വയസ്സാണ്ടേ ഉള്ളായിരുന്നു. ആ പെൺകുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് നമ്മൾ അത്ഭുതപ്പെട്ടു. അപ്പം അങ്ങനെയാണ് നമ്മളുടെ മനസ്സിൽ ഈ വധശിക്ഷ കൊടുക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാകുന്നത്. പക്ഷേ കോടതിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പം ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ളൊരു വിധിയായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. കാരണം ഒരു വധശിക്ഷ കൊടുക്കാൻ മാത്രമുള്ളൊരു കുറ്റമായിട്ട് നമ്മുടെ നിയമത്തിലുണ്ടോ എന്ന് സംശയമാണ്. പല നിയമവിദഗ്ധരുടെയൊക്കെ പ്രസ്താവനയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. നമുക്ക് നിയമത്തെപ്പറ്റി വലിയ ഇതില്ല. പക്ഷേ ഈ ഒരു ജീവപര്യന്തം തടവ് തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടാൻ സാധ്യത എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇത് കുറച്ച് ഹൈക്കോടതി പോകുന്നു, അല്ലെങ്കിൽ സുപ്രീം കോടതി പോകും. സുപ്രീം കോടതിയിൽ നിന്ന് ഇതിൻ്റെ നിയമം ഒക്കെ അനുസരിച്ചൊക്കെ വിധിയൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് നാളാവും. അപ്പോഴത്തേനും പുതിയ ഗ്രീഷ്മന്മാരുണ്ടാകും. അങ്ങനെ പുതിയ കേസിൻ്റെ പുറത്തൊക്കെ നമ്മൾ പോകും. അപ്പം പുതിയ തലമുറകളുണ്ടാകാം. കോടതിയല്ലേ, അപ്പം ഒത്തിരി നാൾ പിടിക്കുമെന്ന്. അപ്പോഴത്തേനും ഈ വധശിക്ഷ എനിക്ക് തോന്നുന്നു ജീവപര്യന്തമാകാനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവപര്യന്തം എന്ന് പറയുന്നത് ഇപ്പോൾ 8 കൊല്ലമൊക്കെ ആയിട്ട് 12 കൊല്ലമൊക്കെ ആയിട്ടാണ് പറയുന്നത്. ചിലർ 24 കൊല്ലത്തേക്ക് പറയുന്നതൊക്കെ. അപ്പോൾ ഈ 12 കൊല്ലത്തെ വധശിക്ഷയൊക്കെ വിധിച്ചു കഴിഞ്ഞാൽ നല്ല നടപ്പുണ്ട്. അതുപോലെ വിശേഷ ദിവസങ്ങളിൽ കുറിയെടുത്ത് വിടുന്നതായിട്ടൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിയുമ്പോൾ ഏകദേശം പരമാവധി 8 കൊല്ലത്തിൽ കൂടെയൊന്നും ശിക്ഷ അനുഭവിക്കേണ്ടി വരത്തില്ല. അതുതന്നെയാണ് പുതിയ ഗ്രീഷ്മന്മാരുണ്ടാകാനും ഒക്കെയുള്ള സാധ്യതകളിലേക്ക് വിരലുള്ളത്. കാരണം നിയമത്തിൻ്റെ ഒത്തിരി നൂലാമാലകളിലേക്ക് കറങ്ങിത്തിരിഞ്ഞ് ഇവരൊക്കെ ഇങ്ങ് രക്ഷപ്പെടും. കുറച്ച് നാളത്തെ ശിക്ഷയൊക്കെ അനുഭവിച്ച് കഴിയുമ്പോൾ അപ്പീലുമൊക്കെ ആയിട്ട് ശിക്ഷ നടപ്പില്ല. പിന്നെ ഈ വധശിക്ഷ തന്നെ സുപ്രീം കോടതി തന്നെ വിധിച്ചു എന്നിരിക്കട്ടെ, ഇപ്പോൾ ഇങ്ങോട്ട് തള്ളിയില്ല എന്ന് വിചാരിച്ചു. പിന്നെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ പോവും. എനിക്ക് തോന്നുന്നു വധശിക്ഷ വിധിച്ച എത്രയോ കേസുകൾ ഇപ്പോഴും പെൻഡിങ്ങാണ്. നമ്മുടെ രാഷ്ട്രപതിക്ക് പോലും തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. ആ അവസ്ഥയിലേക്കാണ്. ഒരാളെ ചുമ്മാ തൂക്കിക്കൂട്ടുക എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തിലതൊരു പ്രശ്നമായിട്ടാണ് പലരും കാണുന്നത്. അതുകൊണ്ട് വധശിക്ഷ നടപ്പിലാക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗ്രീഷ്മയ്ക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടിയത് നമുക്ക് സന്തോഷമുണ്ട്. മാധ്യമങ്ങൾ അത് സന്തോഷിക്കുന്നുണ്ട്. മാധ്യമങ്ങളെല്ലാവരും പലരും പറയുന്നുണ്ട്, ഇതൊരാഘോഷപൂർവ്വം കൊണ്ടാകുന്നുണ്ട്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്ന് വലിയ ഹെഡിങ്ങിലൊക്കെ വരാം. പക്ഷേ ഹെഡിങ്ങിൽ കൂടുതലൊന്നും ഇത് സംഭവിക്കത്തില്ല എന്ന് ഇത് എഴുതുന്നവർക്കും അറിയാം, ഇത് കേൾക്കുന്നത് നമുക്കും അറിയാം. കാരണം ഇത് അവസാനം ഒരു ജീവപര്യന്തം തടവിലേക്ക് ചെന്ന് നിൽക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പം കാലം ഇതിനൊക്കെ മറുപടി പറയട്ടെ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഷാരൂണിൻ്റെ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് ഇപ്പം നമുക്ക് പറയാം. നാളെ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ.